എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, നമ്മുടെ മോഡൽ എക്സാംസ് ഒക്കെ ഇങ്ങനെ അടുത്തു. ഓക്കെ, ഫൈനൽ എക്സാം അടുത്ത് വരികയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് +1 ഇംഗ്ലീഷ് എക്സാമിന് ആവശ്യമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, ഡിസ്കോഴ്സ് ഐറ്റമാണ്, പ്രൊഫൈലാണ്. ഓക്കെ, മെജോറിറ്റി ആൾക്കാർക്ക് അറിയായിരിക്കും, എന്നാലും ചെറിയ കൺഫ്യൂഷൻസ് അവിടെ ഇവിടെ ഉണ്ടായിരിക്കും. നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു ടോപ്പിക്കാണ് ഈ പ്രൊഫൈൽ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് 6 മാർക്കിന്, ചില സമയങ്ങളിൽ 5 മാർക്കിന് ചോദിക്കാറുണ്ട്. ചോദിച്ചു കഴിഞ്ഞാൽ എഴുതിയാൽ കംപ്ലീറ്റ് മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നൊരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മുടെ +1ന് വേണ്ടിയിട്ട് ഒരു റിവിഷന് വേണ്ടിയിട്ട് വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കുക. നിങ്ങൾ മാക്സിമം ജോയിൻ ചെയ്യുക. നമ്മുടെ വീഡിയോസ്, അതേപോലെ ഫ്രീ ആയിട്ട് സ്റ്റഡി മെറ്റീരിയൽ എല്ലാം നിങ്ങൾക്ക് അതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതിനോടൊപ്പം തന്നെ ഇന്ന് വൈകിട്ട്, ഓക്കെ, ഇപ്പോൾ ഇംഗ്ലീഷിൻ്റെ ഒരു ലൈവ് സെഷൻ ഉണ്ടാവും. ഓക്കെ, വൈകുന്നേരം ഒരു 7:45. ഓക്കെ, അപ്പോൾ ആ സമയത്തായിരിക്കും എന്ത് ചെയ്യുന്നത്, ലൈവ് വരുന്നത്. അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട ബാക്കിയുള്ള ഡിസ്കോഴ്സുകൾ അല്ലെങ്കിൽ ഗ്രാമറിലെ ടോപ്പിക്സ്, അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ആ പോർഷനിൽ നിന്നൊക്കെ കംപ്ലീറ്റ് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിക്ക് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അടക്കം എന്ത് ചെയ്യുന്നതാണ്, ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പം മാക്സിമം എല്ലാവരും എന്ത് ചെയ്യുക, ആ ഒരു ഓപ്പർച്യൂണിറ്റി എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. മാക്സിമം എല്ലാവർക്കും എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഈ പ്രൊഫൈലിൻ്റെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാനിവിടെ ആദ്യം കാണിച്ചിട്ടുള്ളത് 2019 ക്വസ്റ്റ്യൻ ആണ്. 2019 ചോദിച്ചത് ECG സുദർശൻ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റിൻ്റെ പ്രൊഫൈൽ എഴുതാനാണ്. നിങ്ങൾക്കിവിടെ കാണാം ക്വസ്റ്റ്യൻ. ഓക്കെ, then അത് കഴിഞ്ഞിട്ട് 2020 ചോദിച്ചത് കമലാ സുരയ്യയുടെ പ്രൊഫൈലാണ് 2020 ചോദിച്ചത്. ഓക്കെ, then അത് കഴിഞ്ഞിട്ട് 2021 ചോദിച്ചിരിക്കുന്നത്, ഓക്കെ, സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ പ്രൊഫൈലാണ്. 2021 സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ പ്രൊഫൈലാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് 6 മാർക്കാണ് നിങ്ങൾക്ക് മെയിനായിട്ട് വരുന്നത്. ഓക്കെ, ചില സമയത്ത് മാത്രം 5 മാർക്കിന് ചോദിക്കാറുണ്ട്, പക്ഷേ മെജോറിറ്റി ടൈം 6 മാർക്കിനാണ് ചോദിക്കുന്നത്. ഓക്കെ, then അത് കഴിഞ്ഞിട്ട് 2022 ചോദിച്ചത് റുഡ്യാർഡ് കിപ്ലിങ്ങിൻ്റെ പ്രൊഫൈലാണ്. അടുത്ത് 2023 വന്നപ്പോഴത്തേക്കും അത് രവീന്ദ്രനാഥ് ടാഗോറായി. 2024 ചോദിച്ചത്, കഴിഞ്ഞ വർഷം ചോദിച്ചത് എബ്രഹാം ലിങ്കൻ്റെ പ്രൊഫൈലാണ്. ഓക്കെ, അപ്പം ഇത്രയുമാണ് 2019 മുതൽ 2024 വരെ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു പ്രൊഫൈൽ എഴുതുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും, എന്നാലും സിമ്പിളായിട്ട് നമുക്ക് മാർക്ക് എളുപ്പത്തിന് ഫുൾ മാർക്ക് മേടിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ ആദ്യം പ്രൊഫൈൽ എഴുതുമ്പോൾ തന്നെ നമ്മൾ പ്രൊഫൈൽ പരമാവധി ഇതിനകത്ത് ബോക്സിനകത്ത് തന്നെ എഴുതാൻ ശ്രമിക്കണം. നമ്മൾ അതിനൊരു ടൈറ്റിൽ കൊടുക്കും. ടൈറ്റിൽ കൊടുക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ആരെക്കുറിച്ചാണോ നമ്മൾ പ്രൊഫൈൽ എഴുതുന്നത് ആ വ്യക്തിയുടെ പേര് എന്ത് ചെയ്യും, നമ്മൾ ടൈറ്റിലായിട്ട് എഴുതും. ഇതാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ ആരെക്കുറിച്ചാണോ പ്രൊഫൈൽ എഴുതുന്നത് ആ വ്യക്തിയുടെ പേര് എന്തായിട്ട് എഴുതുക, ടൈറ്റിലായിട്ട് കൊടുക്കുക. ഓക്കെ, ഇത് എളുപ്പമാണ്, എല്ലാവർക്കും എഴുതാൻ പറ്റും. പറ്റുമെന്നുണ്ടെങ്കിൽ ആ ഒരാളുടെ ഒരു വിശേഷണം കൂടെ എഴുതാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. നിങ്ങൾക്ക് അറിയാവുന്നൊരു വ്യക്തിയാണെങ്കിൽ ആ ആൾ എന്ത് പേരിൽ അറിയപ്പെടുന്നു. ഇപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ ആണെങ്കിൽ എന്ത് പറയാം, ദി ഗോഡ് ഓഫ് ക്രിക്കറ്റ്. ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഹൈഫൻ ഇട്ട് സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് എഴുതുക, ഹൈഫൻ ഇടുക, ദി ഗോഡ് ഓഫ് ക്രിക്കറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എഴുതാം. ഓക്കെ, അപ്പോൾ അതേപോലെ ഒരു വിശേഷണം കൂടെ കൊടുക്കാൻ അറിയാവുന്ന ആളാണെങ്കിൽ മാക്സിമം നോക്കുക. ഓക്കെ, അപ്പോൾ ഒരു അട്രാക്റ്റീവ് ആയിട്ടിരിക്കും. ഓക്കെ, ദെൻ നമ്മൾ തുടക്കത്തിൽ എഴുതുന്നത്, ഓക്കെ, ആരാണ്, എവിടെ ജനിച്ചു, എന്ന് ജനിച്ചു എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എഴുതുന്നത്, അല്ലേ. അപ്പോൾ ഇവിടെ കുറച്ച് പ്രിപ്പോസിഷൻസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇന്ന്, ഓണ്, അറ്റ്. ഓക്കെ, അതായത് ടൈം പറയാനും പ്ലേസ് പറയാനും എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ പ്രിപ്പോസിഷൻസ് യൂസ് ചെയ്യാറുണ്ട്. അതിൻ്റെ പ്രോപ്പർ യൂസേജ് എങ്ങനെയാണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ആദ്യം നമ്മൾ എന്ത് എഴുതുന്നു, നെയിം എഴുതുന്നു, ഇന്ന ആൾ. ഓക്കെ, ദെൻ വാസ് ബോൺ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്ലേസ് പറയുന്നു. പ്ലേസ് പറയുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് അറ്റും ഇന്നും 2 പ്രിപ്പോസിഷൻ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അതായത് ഇപ്പോൾ 2 സ്ഥലം തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. അതായത് ഇപ്പോൾ ജനറലി പറയുകയാണെങ്കിൽ നമ്മളിപ്പം കേരള, ഇന്ത്യ ഉണ്ട്, 2 സ്ഥലപ്പേരുണ്ട്, കേരളയുണ്ട്, ഇന്ത്യ ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൽ വലിയ സ്ഥലം ഏതാണ്, ലാർജർ പ്ലേസ് എന്ന് പറയുമ്പോഴത്തേക്കും അത് ഇന്ത്യയാണ്. ദെൻ നമ്മൾ അതിൽ സ്മോളർ എന്താണ് പ്ലേസ് നോക്കുമ്പോഴത്തേക്കും കേരളയാണ്. അപ്പോൾ ആ കേരളയെ നമ്മൾ പ്രോപ്പർ പ്ലേസ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ആ ചെറിയ സ്ഥലത്തിന് മുന്നേ അറ്റും വലിയ സ്ഥലത്തിന് മുന്നേ എന്തും ചേർക്കുക, ഇന്നും ചേർക്കുക. ഇതാണ് സ്ഥലപ്പേരുകൾ. 2 പേരുണ്ടെങ്കിൽ അതിന് മുന്നേ കൃത്യമായിട്ട് പ്രിപ്പോസിഷൻ എഴുതാൻ എങ്ങനെ എഴുതാമെന്ന് ചോദിച്ചാൽ, ഏത് ഉപയോഗിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ സ്ഥലത്തിന് മുന്നേ അറ്റും വലിയ സ്ഥലത്തിന് മുന്നേ ഇന്നും. ഇനി ഒരൊറ്റ സ്ഥലമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് എന്ത് എഴുതാം, ആ ചെറിയ സ്ഥലമാണെന്ന് നിങ്ങൾക്ക് തോന്നുക, പ്രോപ്പർ പ്ലേസ് ആണെന്നുണ്ടെങ്കിൽ അറ്റ് എഴുതുക. അല്ലാതെ നമ്മൾ നോർമലൈസ് ചെയ്തിപ്പം ഇപ്പോൾ കേരളയെന്നോ ഇന്ത്യയെന്നോ പറയുവാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ഇന്ന് കൊടുത്ത് എഴുതുക. ഓക്കെ, അവിടെ കുഴപ്പമില്ല. 2 പ്ലേസ് ഉണ്ടെങ്കിൽ ചെറിയ പ്ലേസിന് മുന്നേ അറ്റും വലിയ പ്ലേസിന് മുന്നേ ഇന്നും. ഓക്കെ, ദെൻ അത് കഴിഞ്ഞാൽ ഡേറ്റ് വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഡേയും ഡേറ്റും പറയുമ്പോഴത്തേക്കും നമ്മൾ ഉപയോഗിക്കുന്ന ഓണാണ്. ഓക്കെ, ഡേയും ഡേറ്റും പറയുമ്പോഴത്തേക്കും നമ്മൾ ഓണാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഇയറും മന്തും പറയുമ്പോൾ അതിന് മുന്നേ ഉപയോഗിക്കുന്നത് ഇന്നാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇനി ഇവിടെ എഴുതിയിട്ടുള്ളത് കുറച്ച് കോമൺ എക്സ്പ്രഷൻസ് ആണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഈ നമുക്ക് തരുന്ന ഡീറ്റെയിൽസ്. ഓക്കെ, തന്നെ
ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാ ഇതിപ്പോൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു പ്രൊഫൈൽ എഴുതാൻ വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഇതാ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ജനിച്ച എന്താണ് വർഷമുണ്ട്, മാസമുണ്ട്, തീയതിയുണ്ട്, സ്ഥലമുണ്ട്, ഓക്കെ, ഇനി വിളിപ്പേരുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ പല എന്താണ് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഓരോന്നും കണക്ട് ചെയ്ത് സെൻറ്റൻസ് ആക്കി എഴുതാനുള്ള ചില കോമൺ എക്സ്പ്രഷൻസ് ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മൾ ആ ഒരു ലൈൻ പറഞ്ഞായിരുന്നു. ഓക്കെ, പേരും വർഷവും ഒക്കെ സ്ഥലവും ഒക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. അടുത്ത ഹി ഓർ ഷീ, ഓക്കെ, വാട്ട് എവർ ഇറ്റ് മേ ബി, ഇതിപ്പോൾ ഒരു പുരുഷനാവാം സ്ത്രീ ആവാം. ഓക്കെ, ഹി ഓർ ഷീ ഈസ് എ ഫേമസ്, ഇനി ഏത് മേഖലയിലാണ് ആ ഒരു വ്യക്തി ഫേമസ് ആയിട്ടുള്ളത്. ആ ഫേമസ് ഡയറക്ടർ ആണെങ്കിൽ ഫേമസ് ഡയറക്ടർ എന്ന് എഴുതാം. ഇനി എന്തെങ്കിലും എന്താണ് പ്ലെയർ ആണെന്നുണ്ടെങ്കിൽ ഫേമസ് പ്ലെയർ, ക്രിക്കറ്റ് പ്ലെയറോ ഫുട്ബോൾ പ്ലെയറോ അങ്ങനെ എഴുതാം. ഓക്കെ, സയൻറ്റിസ്റ്റ് ആണെങ്കിൽ എന്താണ് ഹി ഓർ ഷീ ഈസ് എ ഫേമസ് എന്താണ് സയൻറ്റിസ്റ്റ് എന്ന് എഴുതാം. അല്ലെങ്കിൽ സോഷ്യൽ വർക്കർ, റൈറ്റർ, പോയറ്റ്, നോവലിസ്റ്റ്, എന്താണോ പ്രൊഫഷൻ അതെന്ത് ചെയ്യുക അവിടെ എഴുതുക. ഓക്കെ, അത് കംപ്ലീറ്റ് ആയി. അടുത്ത ഹിസ് ഓർ ഹെർ പാരൻസ് ആർ, അവിടെ പാരൻസിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടുണ്ട് എങ്കിൽ അവിടെ എടുത്ത് എഴുതുക. ഓക്കെ, അല്ലാതെ നമുക്ക് അവിടെ കൊടുത്തിട്ടില്ല, നമുക്കറിയാമെന്നുള്ള ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് പേഴ്സണലി നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ഇൻട്രസ്റ്റ് ആണല്ലോ. ചിലപ്പോൾ സ്പോർട്സ് ഫീൽഡായിരിക്കും. ഓക്കെ, അപ്പോൾ സിനിമയായിരിക്കും. ചിലപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളുടെ പ്രൊഫൈലാണെങ്കിൽ അയാളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എന്താണ് ജെന്യുവലി അറിയാമെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക, നിങ്ങൾക്ക് എക്സ്ട്രാ അറിയുന്നുള്ള കാര്യങ്ങളൂടെ എഴുതാൻ ശ്രമിക്കുക, നമുക്ക് മാർക്ക് കിട്ടും. ഓക്കെ, അതിനടുത്ത് ഹി ഓർ ഷീ വാസ് എഡ്യൂക്കേറ്റഡ് അറ്റ്, എവിടെ നിന്നാണ് എഡ്യൂക്കേഷൻ എന്ത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തത്. ഇപ്പോൾ സ്കൂളിംഗ് ആണെങ്കിൽ സ്കൂളിൻ്റെ പേര്. ഇനി എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് എഴുതുമ്പോഴത്തേക്കും നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കോളേജിൻ്റെ പേരിൽ എന്ത് ചെയ്യാം, നമുക്ക് എഴുതാം. ഗ്രാജുവേറ്റഡ് ഫ്രം ഇന്ന കോളേജ് എന്ന് എന്ത് ചെയ്യാം, എഴുതാം. അടുത്ത ഹി ഓർ ഷീ സ്റ്റാർട്ടഡ് ഹിസ് ഓർ ഹെർ കരിയർ അസേ, അവരെങ്ങനെയാണ് അവരുടെ കരിയർ ആരംഭിച്ചത്, എന്തായിട്ടാണ്, എന്ത് ജോലി ചെയ്തുകൊണ്ടാണ് എന്നുള്ളത് വേണമെങ്കിൽ അവിടെ എഴുതാം. ഓക്കെ, അല്ലെങ്കിൽ ഹി ഓർ ഷീ വർക്ക്ഡ് അസ്, അവരെന്തൊക്കെയായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. അടുത്ത ഹി ഓർ ഷീ ഗോട്ട് മെനി അവാർഡ്സ്, ഒരുപാട് അവാർഡുകൾ എന്ത് ചെയ്തിട്ടുണ്ട് ആ വ്യക്തിക്ക് ലഭിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിനകത്ത് തന്നെ നമുക്ക് ഡീറ്റെയിൽസ് തരുമ്പോൾ അതിനകത്ത് ഉറപ്പായിട്ട് ഉണ്ടായിരിക്കും എന്തൊക്കെ അവാർഡ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. അത് ഓരോന്നും എടുത്ത് ഇന്ന വർഷം എന്ത് ചെയ്തു അത് കിട്ടിയെന്നുള്ള കാര്യം കൂടെ എന്ത് ചെയ്യുക, എഴുതുക. ലാസ്റ്റ് മരിച്ചു പോയ ഒരാളാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ ഹി ഓർ ഷീ പാസ്ഡ് അവേ ഓൺ ഡേറ്റ്, മന്ത്, ഓക്കെ, അറ്റ് എവിടെ വെച്ചാണ്, ഇയർ. ഓക്കെ, അതായത് മരിച്ചു പോയ ആളുടെ കേസിൽ മാത്രം എന്ത് ചെയ്താൽ മതി, പാസ്ഡ് അവേ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു തരുന്ന ഡീറ്റെയിൽസിനെ കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, സെൻറ്റൻസ് ആക്കി എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിതാ ഇവിടെ ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും റൈറ്റ് എ പ്രൊഫൈൽ ഓഫ് ജവഹർലാൽ നെഹ്റു യൂസിങ് ദ ഹിൻസ് ഗിവൻ ബിലോ. ഓക്കെ, അതാ ഇവിടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് ചെറിയൊരു പ്രൊഫൈൽ എന്ത് ചെയ്തിട്ടുണ്ട്, അത് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് വായിച്ചു നോക്കാം, ഞാൻ വായിച്ചു തരാം. ഓക്കെ, അതാണ്ട് ഈ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാൻ എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ജവഹർലാൽ നെഹ്റു വാസ് ബോൺ ഓൺ 14th November അറ്റ് പ്രയാഗ്രാജ് ഇൻ 1889. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, ആ ജനിച്ച മാസം, വർഷം, തീയതി, സ്ഥലം നമ്മൾ അത്രയും അങ്ങ് എഴുതി ഫസ്റ്റ് സെൻറ്റൻസിൽ. അടുത്ത ഹീ ഈസ് നോൺ എസ് ചാച്ച നെഹ്റു, ഇവിടെ നോൺ എസ് ചാച്ച നെഹ്റു എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അദ്ദേഹം വിളിക്കപ്പെടുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഏറ്റവും അടുപ്പമുള്ള ആൾക്കാരെ വിളിക്കുന്നത് എന്താണ്, ചാച്ച നെഹ്റു എന്നാണ് സ്നേഹത്തോടെ വിളിച്ചിരുന്നത്. അപ്പം നോൺ എസ് ചാച്ച നെഹ്റു, അപ്പം നമ്മൾ അതിനെ സെൻറ്റൻസ് ആക്കി ഹീ ഈസ് നോൺ എസ് ചാച്ച നെഹ്റു. ഓക്കെ, ദെൻ ഹിസ് എ സ്പൗസ്. ഓക്കെ, ഇവിടെ സ്പൗസ് എന്ന് പറഞ്ഞാൽ ഇവിടെ പുരുഷനെ തരുവാണെന്നുണ്ടെങ്കിൽ ഭാര്യയാണ് ഉദ്ദേശിക്കുന്നത്. ഒരു സ്ത്രീയെ തരുവാണെന്നുണ്ടെങ്കിൽ സ്പൗസ് എന്ന് പറയുമ്പോൾ അത് ഭർത്താവിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഹിസ് എ സ്പൗസ്. ഓക്കെ, ഈശ്വർ വാസ് എന്ന് എഴുതാൻ കുഴപ്പമില്ല. ഓക്കെ, കമല നെഹ്റു. ഓക്കെ, അടുത്ത ഹി വാസ് ആൻ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടിവിസ്റ്റ്. ഓക്കെ, അപ്പം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രവർത്തകൻ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമര സേനാനിയാണെന്ന് എന്ത് ചെയ്യുക നമുക്ക് പറയാം, നിങ്ങൾക്ക് അറിയാമെന്നുള്ളതാണ് അതൊക്കെ. അടുത്ത ഹി വാസ് ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, എല്ലാ കുട്ടികൾക്കും അറിയാവുന്ന ഒരു സെൻറ്റൻസ് ആണ്. ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യയുടെ ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ എന്നുള്ള കാര്യം. ഓക്കെ, അടുത്ത ഹി വാസ് ഓൾസോ എ റൈറ്റർ ആൻഡ് എ പൊളിറ്റീഷ്യൻ, ഒരു എഴുത്തുകാരനും രാഷ്ട്രീയക്കാരനും കൂടിയാണ് ആരെന്ന് പറഞ്ഞാൽ ജവഹർലാൽ നെഹ്റു. നല്ല അടിപൊളിയായിട്ട് എന്താണ് ബുക്കുകളൊക്കെ എഴുതുന്ന, ലിറ്ററേച്ചറിൽ ഒരുപാട് കമ്പമുള്ള ഒരു വ്യക്തിയും കൂടിയായിരുന്നു ആര്, ജവഹർലാൽ നെഹ്റു. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായിട്ടുള്ള വർക്കുകളുണ്ട്, അദ്ദേഹം കുറച്ച് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഹിസ് നോട്ടബിൾ വർക്ക്സ് ആർ ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ ആൻഡ് ഗ്ലിംസസ് ഓഫ് എ വേൾഡ് ഹിസ്റ്ററി. ഓക്കെ, ദെൻ അടുത്ത ഹി ഗോട്ട് എ ഭാരത് രത്ന അവാർഡ്. ഹി പാസ്ഡ് അവേ ഓൺ 27th May in 1964. ഓക്കെ, അപ്പം അതിനകത്ത് തന്നിട്ടുള്ള ഡീറ്റെയിൽസ് മാത്രം എന്ത് ചെയ്തു, നമ്മളെടുത്തു സെൻറ്റൻസ് ആയിട്ട് കണക്ട് ചെയ്തു, എഴുതി പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, നമ്മൾ ആദ്യം കണ്ടല്ലോ ഇവിടെ ആളിൻ്റെ പേര് എന്ത് ചെയ്തിട്ടുണ്ട്, ഹെഡിങ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, വേണമെങ്കിൽ ഈ ജനിച്ച വർഷം മരിച്ച വർഷം എന്ത് ചെയ്യാം നമുക്ക് അവിടെ കൊടുക്കാം ബ്രാക്കറ്റിൽ. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ആളിൻ്റെ ഒരു വിശേഷണം. ഓക്കെ, ആ ഒരു സാധനം എന്ത് ചെയ്യാം, നെയിം എഴുതുന്നു, ഹൈഫൻ എഴുതുന്നു, ആ വിശേഷണം എന്ത് ചെയ്യുന്നു നമ്മളവിടെ എഴുതുന്നു. അതോടുകൂടി എന്ത് ചെയ്തു, പ്രൊഫൈൽ കംപ്ലീറ്റ് ആയി. 5 മാർക്കിന് ചോദിച്ചാൽ 5 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. 6 മാർക്കിനാണ് ചോദിക്കുന്നതെങ്കിൽ 6 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഈസി അല്ല, അതായത് വളരെ സിമ്പിളാണ്. ഓക്കെ, നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മാർക്ക് മേടിക്കാൻ പറ്റും. ഈവനിങ്ങിൽ ലൈവ് എന്ത് ചെയ്യാൻ വേണ്ടി കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് എന്തുണ്ട്, നിങ്ങളുടെ ഡിസ്കോഴ്സ് ഐറ്റംസ്, ഗ്രാമർ എല്ലാം വീഡിയോസ് ഇട്ട് തരും. നിങ്ങളെല്ലാവരും കാണണം, മാക്സിമം എന്ത് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് ഈവനിങ് ലൈവിൽ കാണാം.
ബൈ.